നമസ്കാരം ഡോക്ടർ. ഇദ്ദേഹത്തിന് നേരത്തെ ഉദ്ധാരണമുണ്ടാകുമ്പോൾ ലിംഗത്തിൽ നിന്നൊരു ലിക്വിഡ് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ആ ലിക്വിഡ് കാണാനില്ല. പകരം കൃത്യമായി ശുക്ലം വരുന്നുണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് കാണുന്നില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് വലിയൊരു ആശങ്കയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? അതായത് ഏജ് കൂടുന്നതിനനുസരിച്ച് ലിക്വിഡ് അപ്രത്യക്ഷമായതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇനിയും പ്രായം കൂടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. യാതൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഇതൊക്കെ ധാരാളം തവണ വന്നിട്ടുള്ള സംശയങ്ങളും നമ്മൾ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. പെനീസിൽ നിന്ന് 1-2 ഡ്രോപ്പ് വരിക എന്ന് പറയുന്നത് പ്രീ ജാക്കുലേറ്ററി ഫ്ലൂയിഡാണ്. സെമൻ പുറത്തു വരുന്നതിന് മുമ്പ് വരുന്ന 1-2 ഡ്രോപ്പ്, അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് തന്നെ ആ മൂത്രനാളിയെ ശുക്ലത്തിന് വരാൻ വേണ്ടി വഴിയൊരുക്കുക, ക്ലീനാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഈ 1-2 തുള്ളി. ചിലപ്പോൾ ഇത് ആദ്യം വരണമെന്നില്ല, പിന്നീട് സെമൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം ആയിരിക്കാം ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഈ പ്രീ ജാക്കുലേറ്ററി ഫ്ലൂയിഡ് വന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല, അതിൻ്റെ ചികിത്സ ആവശ്യമില്ല. പക്ഷേ മറ്റ് ചില വ്യക്തികൾക്ക് ഈ പ്രീ ജാക്കുലേറ്ററി ഫ്ലൂയിഡ് ധാരാളമായിട്ട് ചാടി വരികയും അതോടൊപ്പം ഇറക്ഷൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അങ്ങനത്തെ അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ ആവശ്യമുണ്ട്. പലപ്പോഴും ഈ പ്രോസ്റ്റാറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ ഈ പ്രീ ജാക്കുലേറ്ററി ഫ്ലൂയിഡോ അല്ലെങ്കിൽ അത് പ്രീ ജാക്കുലേറ്ററി ഫ്ലൂയിഡ് ആവണമെന്നില്ല, പെനീസിൽ നിന്നും ഇടയ്ക്ക് ഇങ്ങനെ ഈ ദ്രാവകം ചാടി വരുന്ന ഒരവസ്ഥ, അത് പ്രോസ്റ്റേറ്റിൻ്റെ സെക്രീഷൻ ആവാനാണ് സാധ്യത. പ്രീ ജാക്കുലേറ്ററി ഫ്ലൂയിഡും ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ചികിത്സ ആവശ്യമുണ്ട്. പക്ഷേ 1-2 തുള്ളി പ്രീ ജാക്കുലേറ്ററി ഫ്ലൂയിഡ് വരുന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അതോടൊപ്പം അത് വന്നില്ല, അത് കണ്ടില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വ്യാകുലപ്പെടേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.